ഇപ്പൊ കങ് ടേമു അറിയാൻ വരും സത്യത്തി ഷിൻഗ്യുംഹി എന്ന് പറഞ്ഞ ഇവന്റെ കൂടെ നടക്കുന്ന ഇവന്റെ കമ്പനി ജോലി ചെയ്യുന്ന ഷിൻഹാരിയാണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവനാണ് ഭയങ്കര ദേഷ്യത്തിലാവും. എന്നിട്ട് ഇവളാണ് അകത്തേക്ക് കയറി വന്നിട്ട് അവൻ എന്തിനാ സംസാരിച്ചിട്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഇവൾക്കൊന്നും മനസ്സിലാകാതിരിക്കുമ്പം ഇവളുടെ ഫാമിലി എല്ലാരും കൂടെ ചേർന്ന് ഇവ മിൻവായിട്ട് ഒരുമിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ അമ്മയാണ് ഇവനെ പോലെ ഒരു പയ്യനെ കിട്ടിയില്ല, അങ്ങനെ അതുകൊണ്ട് ഇവനെ മരുമകനാക്കാൻ ഇനി ചാൻസ് ഉണ്ടെന്ന് പറയുമ്പം ഹാരിയാണ് അവളുടെ അമ്മ അടങ്ങിയിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അനിയനും ഇവനൊരു ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം ലവളുടെ കൂട്ടുകാരി യങ്സേനോട് പറഞ്ഞായിരുന്നു. അവന്റെ അമ്മയ്ക്ക് ഈ ചാൻസ് ഒന്നും കിട്ടത്തില്ല എന്നതിന് അവനും പറഞ്ഞിട്ട് അവന്റെ ചേച്ചിയോട് പെർസൊക്കെ വീടിന്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഇട്ടിട്ട് പോന്നെന്ന് പറഞ്ഞ് അവളെ വഴക്കുറയും. അപ്പോഴാണ് അവളാണ് ഇത് വീടിന്റെ ഫ്രണ്ട് ഞാൻ ഇട്ടെന്നോ, എനിക്കങ്ങനെ ഓർമ്മയൊന്നുമില്ലല്ലോ എന്നതിന് അവൾക്കൊന്നും മനസ്സിലാകാതിരിക്കും. അതേസമയം ഇവിടെ ടീമോണ് ഭയങ്കര ദേഷ്യത്തി എന്റെ കമ്പനി ജോലി ചെയ്യുന്ന അവള് എന്നെ പറ്റിച്ച് ഇത്രയും ദിവസം കറങ്ങുന്നു എന്നിന് അവളുടെ പ്രൊഫൈലൊക്കെ എടുത്തു വെച്ച് നോക്കിയിട്ട് തൊട്ടടുത്തുള്ള ഇവളെ എങ്ങനെ കാണാതോ എന്ന് പറഞ്ഞ് അവൻ ഇവിടെ ആളി കത്തിക്കൊണ്ടിരിക്കും. അതിനേശം ഓരോന്നായിട്ട് അവൻ കണക്ട് ചെയ്ത് മനസ്സിലാക്കി ഇത്രയും ദിവസം സ്വന്തം ബോസിനെ തന്നെ മണ്ടനാക്കിയതിന് അവൻ വെറുതെ ഇവിടത്തില്ലെന്ന് ഇവിടെ ഇരിക്കും. കാരണം അവനിപ്പോ ഇവളെ സീരിയസ് ആയിട്ട് സ്നേഹിച്ചു പോയി. പക്ഷെ ഇവളിങ്ങനെ ആരാന്നുള്ള സത്യം മറച്ചു വെച്ച് ഇവന്റെ കൂടെ കറങ്ങുന്നുണ്ട്. ഷിൻഹാരി ഷിൻഗുംബി ഈ രണ്ടുപേരും ഒറ്റടുത്താന്ന് എനിക്കെങ്ങനെ അറിയാതെ പോയി എന്നിട്ട് അവന് ദേഷ്യത്തിൽ ആ പാവക്കുട്ടികളൊക്കെ തീർക്കും. അങ്ങനെ അതിനുശേഷം അവനാണ് ഇവൾക്ക് 8ന്റെ പണി കൊടുക്കാൻ തീരുമാനിക്കും. അതുകൊണ്ട് ഇവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൻ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇവൾ ഇപ്പൊ തന്നെ വരാൻ പറയുമ്പം ഇവളാണ് ടെൻഷനി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം അങ്ങ് ദൂരെ എന്നല്ലേ പറഞ്ഞേക്കുന്നത് എന്നിട്ട് അവൾ വെപ്രാളപ്പെട്ട് അപ്പൊ തന്നെ അവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. അതിനുശേഷം അവൻ ഇവള് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ഇവളാണ് ധൃതിയിൽ അവിടേക്ക് വന്നിട്ട് ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി പറയും. അപ്പോഴാണ് അവനും കുറച്ച് പുച്ഛത്തി ആണോ എങ്കിൽ പിന്നെ ഏത് കമ്പനിയാ അത്, എന്നോട് ഏത് കമ്പനിയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് അവന് ചോദിക്കുമ്പം അവളാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കമ്പനിയാന്ന് പറയും. അങ്ങനെ കുറെ സാധനങ്ങളുണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് അവനും ആഹാ കുറെ സാധനങ്ങളുണ്ടോ എങ്കിൽ പിന്നെ മോള് ഭയങ്കര ബിസി ആയിരിക്കുമല്ലേ ആ കമ്പനി വർക്ക് ചെയ്യുമ്പോ എന്നിട്ട് അവനെ ആക്കിക്കൊണ്ടിരിക്കുമ്പം ഇവൾക്കത് മനസ്സിലാകാതെ അതുകൊണ്ട് ഇത്രയും ബിസി ആയിപ്പോയെന്ന് പറഞ്ഞ് ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാൻ വേണ്ടി ഇവളുടെ പേരിന്റെ അർത്ഥം എന്തോന്ന് ചോദിക്കും. അങ്ങനെ അതറിഞ്ഞൊന്ന് കൊള്ളാന്ന് ഇവനും പറയുമ്പം ഇവളാണ് ആലോചിച്ച് നോക്കിയിട്ട് അവളുടെ പേരിന്റെ അർത്ഥം സന്തോഷം എന്ന് പറഞ്ഞ് ഒരു കള്ളം പറയും. ഇത് കേട്ട് അവനാണ് ഇനിയും കള്ളം പറഞ്ഞ് ഇവന്റെ അടുത്ത് ആക്ട് ചെയ്യാനാണ് തീരുമാനിച്ചെന്നറിഞ്ഞ് അവനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ചിരിച്ചോണ്ട് ഇത് ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്, നിനക്ക് സമയം വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ലല്ലേ, പിന്നെ ഞാൻ നേരിട്ട് വിളിച്ചൊക്കെ സമയം കളഞ്ഞ എന്നിന് ഇവൾ ചോദിക്കുമ്പം അവൻ അതേ സമയം വേസ്റ്റ് ആയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് കണ്ട് ഇവൾക്കാണ് വിശ്വസിക്കാനൊക്കാതെ പേരിന്റെ അർത്ഥം ചോദിക്കാൻ വേണ്ടിയാണ് അവിടെ നാറി ഇത്രയും ദൂരം എന്നെ വിളിച്ചത് എന്നിന് അവൾ അവന്റെ കൂടെ പുറത്തേക്ക് ചെല്ലുമ്പം ഇവിടെ അവനാണ് ഇപ്പൊ തന്നെ ആ ടീം 1ന്റെ ആൾക്കാരെല്ലാം മീറ്റിങ്ങിന് വിളിച്ചെടുത്താൻ പറയും. അങ്ങനെ അത് അവളുടെ ടീമാണ്. അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് ഇവന് മുമ്പേ അവിടെ പോണല്ലോ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ആലോചിച്ച് പേടിച്ചിരിക്കുമ്പം ഇവിടെ ടീമ് മനഃപൂർവ്വം അവൾക്കിട്ട് പണി കൊടുത്ത. അതുകൊണ്ട് അവനും ഇവൾ എവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവൻ കൊണ്ടാക്കാന്ന് പറയുമ്പം അവൾ അതൊന്നും കുഴപ്പമില്ല ഒറ്റയ്ക്ക് പോയിക്കോളെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് സ്പീഡിലും ഓടിപ്പോകും. ഇത് കണ്ട് അവനാണ് ഇവന് മുമ്പ് എങ്ങനെ എത്തുന്നു നോക്കണല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളെക്കാലം നേരത്തെ തന്നെ അവളുടെ ടീംസുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനേശം അവിടേക്ക് എത്തുന്ന ഹാരിയാണ് ഇവനെ കണ്ട് പേടിച്ച് ഇങ്ങനെ പുറത്തന്നെ നിൽക്കുമ്പം ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന പെങ്കൊച്ചും ഹാരി ഇതാ എത്തിന്ന് പറഞ്ഞ് അവളെയും കാണിച്ചു കൊടുക്കും. അങ്ങനെ അതോടെ ടീമോ ആണ് ഇവള് വരെ എന്താ താമസിച്ചെന്ന് ചോദിക്കുമ്പം അവളൊന്നും പറയാതെ പേടിച്ചോണ്ട് ആ കൂട്ടത്തിന്റെ ഇടയിൽ ചെന്നങ്ങ് നിൽക്കും. അപ്പോഴാണ് അവരൊക്കെ ബോസിന് എന്തോ സംസാരിക്കണമെന്ന് പറയുമ്പം അവനാണ് ഇവളെ കണ്ടിട്ട് ഇവൾ അവസാനം ഫുഡ് ടേസ്റ്റിങ്ങിന് വെച്ച് ആ ഫുഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഒന്നും കൂടെ ഉണ്ടായിക്കൊണ്ടുവരാൻ പറയും. ഇത് കേട്ട് അവളാണ് അത് നിങ്ങളല്ലേ സൂപ്പർ എന്ന് പറഞ്ഞ് അന്ന് സെലക്ട് ചെയ്തെന്ന് ചോദിക്കുമ്പം അവനും ക്വാളിറ്റി ഉണ്ട് പക്ഷെ കുറഞ്ഞ പൈസക്ക് അത് വിൽക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ട് കുറച്ച് ഒന്നും കൂടെ ഫുഡ് റെഡിയാക്കാൻ പറയും. അങ്ങനെ അതിനല്ലേ ഞാൻ പൈസ തരുന്ന മിസ് ഷിൻ എന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വന്ന് അവളെ കുറെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഓഫീസിൽ വന്നിട്ട് സെക്രട്ടറി ആണ് ആ ഫുഡ് അടിപൊളി ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് അതിന് വീണ്ടും ഉണ്ടാക്കാൻ പറയാൻ ചോദിക്കുമ്പം ഇവിടെ ടീമും ബോസായിട്ട് അവൻ പറഞ്ഞ പിന്നെ അതേപോലെ ചെയ്തിരിക്കണം എന്ന് പറയും. അപ്പോഴാണ് സെക്രട്ടറിയും ഇങ്ങനത്തെ ഒരു വ്യക്തി അല്ലായിരുന്നല്ലോ നിങ്ങൾ, കുറച്ച് ഇമോഷണലോടെ ആ ഷിൻഹാരിയോട് ട്രീറ്റ് ചെയ്തതിൽ എനിക്ക് തോന്നി എന്നാൽ ഇവനും പറയുമ്പം ഇത് കേട്ട് അവനാണ് ദേഷ്യത്തി എടാ നിനക്ക് ആ ഷിൻഹാരി ആരാന്ന് മനസ്സിലായില്ലേ, അവളാടാ ഗുംഹി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്ന് പറ്റിച്ച എന്നിന് ഇവനും പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് സെക്രട്ടറിയാണ് ഷോക്കായിട്ട് അതിനൊന്നും ചാൻസ് ഇല്ല, ഷിൻഹാരി ആണോ മിസ് ഗുംഹി, അല്ല ഇതെങ്ങനെ സംഭവിച്ചു, അപ്പൊ ഇനി എന്തോ പ്ലാൻ ചെയ്തേക്കുന്നത് എന്നിന് അവനും ചോദിക്കുമ്പം ഇവിടെ ടീമും അവൾ എത്ര വലിയ തെറ്റാ ചെയ്തേന്ന് അവൾക്ക് നല്ലോണം മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവൻ പറഞ്ഞു കേട്ട് വീണ്ടും ഫുഡ് ഉണ്ടാക്കിയൊന്ന് കൊടുക്കുമ്പം അവനാണ് കഴിച്ചു നോക്കിയിട്ട് കൊള്ളത്തില്ലെന്ന് പറയും. അങ്ങനെ വീണ്ടും ഇവളെ ചെയ്യിപ്പിച്ച് അവസാനം അവൻ കഴിക്കാതെയും അത് കൊള്ളത്തില്ലെന്ന് പറയും. അതോടെ അവളാണ് ദേഷ്യത്തി ഇവനെ എന്തായാലും കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും അത് ഉണ്ടാക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവസാനം അവൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ട് പോകുമ്പം ഇവള് ദേഷ്യത്തെ അടുത്തേക്ക് വന്നിട്ട് എന്തുകൊണ്ട് ഈ ഫുഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവൾക്ക് റീസൺ വേണമെന്ന് പറയും. അപ്പോഴാണ് ഇവളെ കണ്ട് അവനും പേടിച്ചിട്ട് റീസൺ ഒക്കെ ഞാൻ എന്തിനു പറയണം, ഞാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ നീ അതൊന്നും കൂടെ ഉണ്ടാക്കണം കാരണം ഞാനാണ് ബോസ് എന്നിട്ട് അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം രേമുന്റെ അപ്പൂപ്പനാണ് കമ്പനിയിലേക്ക് വന്നിട്ട് ഇവന്റെ കൂടെ ഓരോ ഫുഡ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പം സെക്രട്ടറിയും അവിടെ ഹാരി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫുഡ് കണ്ടിട്ട് അത് ഇതുവരെ പെർഫെക്റ്റ് ആയില്ലെന്ന് പറയും. അപ്പോഴാണ് അപ്പൂപ്പനും അതെന്തോ പറ്റി
പറ്റി? അപ്പൊ അവർ നല്ലോണം വർക്ക് ചെയ്യുന്നില്ലേ? എന്നിന് അങ്ങേരും ചോദിക്കുമ്പോൾ ടൈമും ദേഷ്യത്തി അങ്ങനൊന്നല്ല, വേറെ ചില പ്രശ്നങ്ങൾ കൊണ്ടെന്ന് പറയും. അപ്പോഴാണ് അപ്പൂപ്പനാണ് അവിടെ ഷിൻഹാരിയുടെ ഫോട്ടോ കണ്ടിട്ട് ദേ ലവള് ഇവളാടാ ഞാൻ തൂറാൻ പോയപ്പോ തള്ളിവിട്ട, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ ഇവിടെ, എന്നിട്ട് പ്രേതത്തിനെ പോലെ മുടി എന്തിനാ ഫ്രണ്ട് വെച്ച് ഇങ്ങനെ പോന്നെ? എന്നിന് അങ്ങേരും കുറെ സംസാരിക്കുമ്പം അടുത്തിരുന്ന് ടൈമോനെ ആളിക്കത്തി അതൊക്കെ കുറെ കള്ളം കാണാം അപ്പൂപ്പ, ചുമ്മാതെ അങ്ങനെ ആരും മുടി വെച്ചോണ്ട് പോകത്തില്ലല്ലോ. എന്നിന് അവനും പറഞ്ഞിട്ടൊക്കെ പോകുമ്പം ഇങ്ങേരാണ് എന്ത് കള്ളം നിറഞ്ഞ് പോറേന്ന് ചോദിക്കാൻ നോക്കും. പക്ഷെ അവന്റെ സെക്രട്ടറി ആയിരിക്കും തടഞ്ഞു നിർത്തുന്നത്. അങ്ങനെ അതിനുശേഷം അപ്പൂപ്പനും എന്തായാലും ഷിൻഹാരി ഉണ്ടാക്കിയ ഫുഡ് കൊള്ളത്തില്ലെന്നറിഞ്ഞ് അത് ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവസാനം അത് ഫുള്ളും കഴിച്ചു തീർക്കും. എന്നിട്ട് അങ്ങേരാണ് ഇപ്പൊ ഇവനോട് കമ്പനിയുടെ ആനിവേഴ്സറിക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ എന്തായും ചോദിക്കുമ്പോൾ സെക്രട്ടറി ആണ് അത് ഇവരുടെ ഹോട്ടലിൽ വെച്ചിട്ട് നടത്താൻ പോകുന്ന പറയും. അങ്ങനെ ആ സമയത്താണ് ടീമോ ആണ് അവിടെ ഹാരി ആ മിൻവോ ആയിട്ട് ഒരുമിച്ച് വരുന്ന ഇങ്ങനെ കാണുന്നത്. അങ്ങനെ അത് കണ്ട് അവനാണ് ജലസായിരിക്കുമ്പം ഇവിടെ മിൻവോ അവളോട് എപ്പോഴും ഇവിടത്തെ ഫുഡ് കഴിക്കാതെ അവനോട് പുറത്തുനിന്ന് കഴിക്കാൻ പറയും. പക്ഷെ അവളതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പം അവിടെ ഇവളുടെ ബോസാണ് ഇവളെ തന്നെ തുറിച്ച് നോക്കുന്നിട്ട് പെട്ടെന്ന് ഇവനോട് ഇന്ന് നമുക്ക് പുറത്തുതന്നെ കഴിക്കാന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം അപ്പൂപ്പനും മിസ് ഗ്യുംഹി ഇപ്പൊ എന്തേന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവിടെ സെക്രട്ടറിക്കാണ് ചുമ വരും. പക്ഷെ അടുത്തിരുന്ന് അവനാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവള് വർക്ക് സമയത്ത് ഡേറ്റിന് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇവിടെ ആളി കത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ അപ്പൂപ്പൻ അവനോട് ഇപ്പൊ ഗ്യുംഹിയെ കണ്ടിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞ് ഒരു ദിവസം അവളെ കാണാൻ വേണ്ടി വിളിക്കുമ്പം ഇവിടെ ടീമും അതിന് ഓക്കെ പറയും. പക്ഷെ ഇത് കേട്ട് സെക്രട്ടറി വീണ്ടും ചുമ വരുമ്പം അങ്ങേരാണ് ഇവനെന്ത് ചുമച്ച് കളിക്കുവാണെന്ന് പറഞ്ഞ് അവരൊക്കെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനെ ചന്ദ്രരാത്രി ടീമുമാണ് ഹാരിയെ വിളിച്ചിട്ട് ഇവന്റെ അപ്പൂപ്പനെ കാണണമെന്ന് പറഞ്ഞ് ഇവന്റെ കമ്പനിയുടെ ആനിവേഴ്സറിക്ക് വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളാണ് പേടിച്ചിട്ട് ഇവൾ ഹാരിയായിട്ട് അവിടെ പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ഇവൾ അന്ന ദിവസം കല്യാണം ഉണ്ടെന്ന് കള്ളം പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇൻവിറ്റേഷൻ തന്ന ഇവൾ പോകുന്നതിന് പകരം അവർക്ക് പൈസ അയച്ചു കൊടുക്കാന്ന് പറയും. അതോടെ അവളാണ് കല്യാണം അടുത്ത ആഴ്ചയായിരുന്നു, എന്റെ മറവിയെ എനിക്ക് ഒരു മരണമുണ്ട് എന്നിട്ട് അവൾ ഓരോ റീസൺ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാലും അവനാണ് അത് വീഴത്തില്ല. അതുകൊണ്ട് അവസാനമായിട്ട് അവള് ഇവളുടെ കമ്പനി കടത്തിലായെന്ന് പറഞ്ഞ് അവരൊക്കെ കുടുംബത്തോടെ നടുറോട്ടിലായെന്ന് പറയും. അതുകൊണ്ട് ഇവളുടെ അവസ്ഥ ഇപ്പൊ മോശമെന്ന് പറഞ്ഞ് അവൾ കമ്പനിക്ക് വേണ്ടി ഈ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയും. ഇതൊക്കെ അവനാണ് കൊണ്ടിട്ട് എങ്കിൽ പിന്നെ കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്ട് അനുസരിച്ച് വരാത്തോണ്ട് പൈസ തരാൻ വേണ്ടി പറയും. അതിനേശം ഇവളുടെ കൂട്ടുകാരിയാണ് കാര്യം അറിഞ്ഞിട്ട് എന്റെ കൈയാകെ ഇത്രയും പൈസ ഉള്ളെന്നറിഞ്ഞ് ഇത് അവന്റെ കൈ ചെന്ന് കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഹാരിയാണെ നോക്കിയിട്ട് എടി ദരിദ്രവാസി നിന്റെ നക്കാപ്പിച്ചൊന്നുമില്ല അവൻ ചോദിച്ചത് കോടിക്കണക്കിനുള്ള പൈസ എന്നിന് അവള് ശബ്ദം ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാരിയാണ് സോറി എന്റെ ആകെ ഇത്ര ഉള്ളടി, ഞാൻ തന്നെ ഇവിടെ തെണ്ടി കിടക്കുക, ഓരോ ദിവസം ഇത്രയും പൈസയൊക്കെ എങ്ങനെയാണ് ചെലവാന്ന്, എന്റെ കയ്യിൽ നിന്ന് പൈസ വന്നില്ല അറിയുന്നില്ല എന്നിന് ഇവള് പറയുമ്പോ തന്നെ ഹാരിക്കാണ് ചിരി വന്നിട്ട് ഒരു റിച്ചായ പെൺകുട്ടി ചുമ്മാ കുറച്ചു ദിവസത്തേക്ക് കഷ്ടപ്പെടുന്നതൊന്നും അവൾക്ക് കേൾക്കണ്ടെന്ന് പറയും. അങ്ങനെ അതിനേക്കാളും വലിയ ദുരന്തത്തിലാണ് അവളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഹാരിയായിട്ട് കമ്പനിയുടെ ആനിവേഴ്സറിക്കും പോണം. ഇനിയിപ്പോ ഇവന്റെ അപ്പൂപ്പൻ വിളിച്ചോണ്ട് ഗ്യുംഹിയായിട്ടും പോയാ പിന്നെ മൊത്തത്തിൽ തീർന്നെന്ന് ഇവള് പറയുമ്പം അവളുടെ കൂട്ടുകാരാണ് ടെൻഷൻ ആവണ്ട സമാധാനപ്പെട്, നിന്നെ ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നിന് ഇവളെ ആശ്വാസപ്പെടുത്തുമ്പം ഇവിടെ വീട്ടിൽ വെച്ച് ടൈമോ ആണ് എന്തുവാ എന്റെ കമ്പനി കടത്തിലായെന്ന, ഞാൻ എന്റെ കുടുംബത്തോട് റോഡിൽ ഇറങ്ങിയേക്കോ അല്ലേ എന്നിനെ സെക്രട്ടറിയുടെ വീട്ടിൽ വെച്ച് പീറെടുത്തോണ്ടിരിക്കുമ്പം അവൻ അവിടെ ഒരു പാർസലാണ്. അങ്ങനെ അത് കണ്ട് അവനാണ് ഇതിനകത്ത് യങ്സെ എന്ന് പറഞ്ഞൊരു പേര് കിടപ്പുണ്ടല്ലോ, ഇതെനിക്കറിയാവുന്ന യങ്സെ തന്നെയാണോ മോനെ എന്നിന് ഇവനും ചോദിക്കുമ്പം സെക്രട്ടറി ആണ് ഇവനോട് പറയാൻ വിട്ടുപോയി ഇവനെ ചതിച്ച യങ്സെ ഇവന്റെ തൊട്ടപ്പുറത്തെ വീട്ടില താമസിക്കുന്നെന്ന് പറയും. അങ്ങനെ അതേസമയം ഇപ്പൊ കൂട്ടുകാരിയാണ് ഹാരിയും വിളിച്ചോണ്ട് അവളുടെ വീട്ടിൽ ടൈം പാസ് ചെയ്യാൻ വേണ്ടി വരുക. അങ്ങനെ ഹാരിയാണ് പേടിച്ചിരിക്കുമ്പം ഇവളുടെ കൂട്ടുകാരിയും മറ്റേനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവളെ കണ്ടാലും ഗ്യുംഹിയായിട്ട് ആക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തിയൊക്കെ വിളിച്ചോണ്ട് വരും. ഇതേ സമയം ഇവിടെ സെക്രട്ടറിയും അവളുടെ പാർസൽ തിരിച്ച് അവിടെ തന്നെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇവളുമാര് വരുന്നുണ്ട് അവനൊരു സെക്കൻഡ് ഷോക്കാവും. അതേസമയം ഹാരി പേടിച്ച് അങ്ങോട്ടേക്ക് പതുങ്ങിയിരിക്കുമ്പം ഇവനാണ് അതേ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇവള് പാർസലിനകത്ത് ഇവന്റെ വീടിന്റെ നമ്പർ കൊടുത്തേക്കെന്ന് പറയും. അതുകൊണ്ട് മര്യാദയ്ക്ക് അടുത്ത പ്രാവശ്യം കറക്റ്റ് ആയിട്ട് അഡ്രസ്സ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഡോർ തുറന്ന് പോകാൻ നോക്കുമ്പോൾ വാതിലിന്റെ അവിടെ തന്നെ ടൈം അവിടെ നിന്ന് ക്ലീൻ ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം യങ്സെ വരുന്നുണ്ട്, അവൻ പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഈ വരെ കടന്ന് നീ വന്നു പോകല് എന്നിന് ഇവർക്കൊക്കെ സീൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവളാണ് ഇത് കേട്ട് മൊത്തം തകർന്നുപോയി. ഇവൻ തൊട്ടതിനും തൊടാത്തതിനെയൊക്കെ കുറെ ഷോ കാണിക്കുവാണല്ലേ, ഇവനെയൊക്കെയാ ഞാൻ സ്വപ്നം കണ്ട എന്നിന് ഹാരിയായിട്ട് അവനോടുള്ള ദേഷ്യമൊക്കെ തീർത്തോണ്ടിരിക്കും. അതുകൊണ്ട് അവൻ ലൈൻ ക്രോസ് ചെയ്യേണ്ടെന്ന് ഇവളുടെ അടുത്ത് വരയിട്ടോണ്ട് ഇനി ഇവള് കാണിക്കാൻ പോകുന്ന കണ്ടോന്ന് പറഞ്ഞ് അവനോട് വലിയ പകയാവും. ഇതേ സമയം സെക്രട്ടറിയും സത്യത്തി മിസ് ഹാരിയെ നിങ്ങൾ ആനിവേഴ്സറിക്ക് വെച്ച് കുടുക്കിലാക്കാൻ പോവാണ്, അവള് പാവം തന്നെ, ഗ്യുംഹിയായിട്ടും ആ ദിവസം അവിടെ വരണ്ടേ എന്നിന് ഇവൻ പറയുമ്പോ അവനും ദേഷ്യത്തി എടാ നിനക്കെന്തൊരു മാറ്റമാണ് ഇത്, നീ ഇപ്പൊ അവളുടെ സൈഡിലാണ് എന്നിന് ഇവന് ചോദിക്കുമ്പം സെക്രട്ടറിയാണ് അവളുടെ മാത്രം തെറ്റല്ല, ആദ്യം ഇവനല്ലേ ഭക്ഷണം തുടങ്ങിയെന്ന് ചോദിക്കും. അങ്ങനെ ഇവൻ ബോസാന്ന് അറിഞ്ഞിട്ട് ചിലപ്പോ അവളെ കല്യാണം നിർത്തിട്ട് പോകാനായിരിക്കും നോക്കിയത്. പക്ഷെ പിന്നീട് ഇവനല്ലേ കോൺട്രാക്ട് മാരേജ് കിട്ടി അവള് ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് പറഞ്ഞ് ആരായാലും അവളെ പോലെ ചെയ്തോ എന്ന് പറയും. ഇത് കേട്ട് ടീമാണ് എങ്കിൽ പിന്നെ അവൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് അവന് അസൂയയില് ഹാരി കമ്പനി വെച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട ക്രഷിന് മനഃപൂർവ്വം അവളുടെ ജോലി ചെയ്യാൻ വേണ്ടി വിളിച്ചോണ്ടെന്ന് പറയും. അങ്ങനെ അതും അല്ലാതെ ജോലി കാര്യത്തിൽ അവള് പേഴ്സണൽ ലൈഫൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവൻ കുറെ അവിടെ വെപ്രാളപ്പെടുമ്പം ഇത് കണ്ട്
സെക്രട്ടറിയും നീ ഇങ്ങനെ ടെൻഷനായി ഞാൻ കണ്ടിട്ടില്ലല്ലേ, അതും ഷിൻഹാരിയെ കുറിച്ച് സംസാരിക്കുമ്പോഴാ നിന്റെ സമാധാനം പോന്ന് എന്നിന് അവനും കുറച്ച് ചുറ്റി വളച്ചൊക്കെ ചോദിക്കുമ്പോൾ അവനാണ് പേടിച്ചിട്ട് അവളുടെ പേരായിട്ടിപ്പോ ദേഷ്യം വന്നേ ഉള്ളു, അല്ലാതെ വേറൊരു ചിന്തയില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ഷിൻഹാരിയാണ് അവൾ ഗിഫ്റ്റ് ആയിട്ടൊന്ന് ലാമ്പ് എടുത്ത് അവിടുത്തെ ടേബിളിനകത്ത് വയ്ക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും ഇത് അടുത്തുള്ള ഒരു കണ്ണാടിയിട്ട ഒരു അയൽവാസി തന്നെയാന്ന് പറഞ്ഞ് അവൻ ഇവളെ വളയ്ക്കാൻ നോക്കാന്നൊക്കെ ഹാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൻ തന്ന ആ ബൾബിനകത്ത് ഒരു സീക്രട്ട് ക്യാമറ ഇരിക്കുന്ന പോലെ നമുക്ക് കാണിക്കുന്നത്. കാരണം അവനൊരു തെറ്റായിട്ടുള്ള ഉദ്ദേശത്തില്ല ഇവൾക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് തന്നെ. എന്നിട്ട് ഹാരിയും കമ്പനിയിലേക്ക് ചെല്ലുമ്പം ഇവളുടെ ടീം ലീഡർ എല്ലാരും കൂടെ ഈ തവണ ഇവൾക്കാണ് കമ്പനി അവാർഡ് കിട്ടാൻ പോയെന്ന് പറഞ്ഞ് അവരൊക്കെ കൺഗ്രാജുലേഷൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷിച്ചിരിക്കുമ്പം ഇവൾക്ക് നേരിട്ട് കമ്പനിയുടെ ആനിവേഴ്സറിയുടെ അന്ന് തന്നെ ബോസ് ഈ അവാർഡ് തരും എന്ന് പറയും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് അവൾ സന്തോഷമെല്ലാം പോയി അവസാനം ബാത്റൂമിരുന്ന് അവളോടെ ഭ്രാന്തിയെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം അവാർഡ് വാങ്ങിക്കാനും പോണം, പിന്നെ അവന്റെ കൂടെ ഗിംഹിയായിട്ടും പോണം. അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരായിട്ട് ഒരേ സ്ഥലത്തൊക്കെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ച് നോക്കി. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൾ തീർച്ചയായിട്ടും പെട്ടുപോയി എന്ന് മനസ്സിലാക്കി ഇവളാണ് ഷിൻഹാരിയായിട്ട് അവാർഡ് വാങ്ങിക്കാൻ അവൾ പോകുന്നില്ലെന്ന് തീരുമാനിക്കും. കാരണം ഗിംഹിയായിട്ട് പോയില്ലേ അവന് കോടിക്കണക്കിന് പൈസ കൊടുക്കണം. അങ്ങനെ അതുകൊണ്ട് ഗൂഗിളിലൊക്കെ തപ്പിയിട്ട് ഇവളാണ് ഒരു റീസൺ കണ്ടെത്തി ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഇവൾക്ക് പെട്ടെന്ന് വയ്യാതായതുകൊണ്ട് അവാർഡ് വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന് സങ്കടത്തിരിക്കുന്ന പോലെ ആക്ട് ചെയ്തിട്ട് അവൾ അങ്ങോട്ട് ഡാൻസ് കളിച്ചിട്ടൊക്കെ പോകും. അപ്പോഴാണ് ഇത് മുകളിൽ നിന്ന് കാണുന്ന കങ്ടേമോണ് ദേഷ്യത്തി ഇവൻ സെറ്റ് ചെയ്ത് ഈ ട്രാപ്പിൽ നിന്ന് അവൾ ഒരിക്കലും രക്ഷപ്പെടലെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അവന്റെ സെക്രട്ടറി വിളിച്ച് ഷിൻഹാരിയുടെ ഫാമിലിയെ മൊത്തത്തിൽ അവാർഡ് വാങ്ങിക്കാൻ ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറയും. അങ്ങനെ അതിനേശം ഈ ഇൻവിറ്റേഷൻ അവളുടെ വീട്ടുകാർക്ക് പോയ ഉടനെ ഇവളാണ് മൊത്തത്തിൽ പെട്ടുപോയി. ആദ്യമായിട്ട് എന്തിനാ കമ്പനിന്ന് ഫാമിലിയൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഇവള് മൊത്തത്തിൽ സീനാകുമെന്ന് പേടിച്ചിരിക്കും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം ഇവൾ ഹാരിയായിട്ട് അവിടെ ചെല്ലാതെ ഇവന്റെ കൂടെ ഗിംഹിയായിട്ട് ചെല്ലും. കാരണം ആ കോടിക്കണക്കിന് പൈസ കൊടുക്കാനുള്ളതുണ്ട്. അങ്ങനെ അവൾ അവന്റെ അപ്പൂപ്പനായിട്ട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. അവന് സീൻ തുടങ്ങുന്നുള്ളെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കറക്റ്റ് അതേസമയം തന്നെ ഇവളുടെ അമ്മയും അച്ഛനും അനിയനും കൂടെ ഫുൾ ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് അവിടേക്കൊരു എൻട്രി കൊടുക്കും. ഇതേ സമയം ഇതൊന്നും കാണാതെ ഹാരിയും ഇപ്പൊ അവാർഡ് വാങ്ങിക്കേണ്ട സമയം എന്നറിഞ്ഞ് അവൾ ഈ ക്യാരക്ടർ മാറ്റാൻ വേണ്ടി വാഷ്റൂമിൽ പോയിട്ട് വരാന്നറിഞ്ഞ് ഇവിടെ നൈസിനെ അങ്ങ് മുങ്ങാൻ നോക്കും. അപ്പോഴാണ് ഇവളുടെ അമ്മയെ തന്നെ ചെന്ന് ഇടിച്ചിടുന്നത്. അങ്ങനെ അതോടെ അവളുടെ അമ്മയാണ് ഇന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലേ മോളെ, ഇത് നീ തന്നെയല്ലേ എന്നിനെ പുറയെന്നൊക്കെ വിളിക്കുമ്പം അവളാണ് ആരാ മോള്, നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്നാ തോന്നുന്നത് എന്നിന് അവള് രക്ഷപ്പെടാൻ നോക്കുമ്പം ഇവളുടെ അച്ഛന്റെ കൺമുമ്പിൽ തന്നെ പെട്ടുപോകും. അങ്ങനെ അതോടെ അവരൊക്കെ ഹാരി എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പം അവളുടെ അമ്മയും കട്ട ദേഷ്യത്തി ഇതെന്തുവാടി കോലം എന്ന് പറഞ്ഞ് അവളെ വഴക്കുറയാൻ തുടങ്ങും. എന്നിട്ട് ഇത് കണ്ട് ടൈമോൺ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ നീ ആയിരുന്നോ ഷിൻഹാരി എന്ന് പറഞ്ഞ് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ജോലിക്കാരി എന്നെ പറ്റിക്കുമെന്ന് അവളെ ജോലിയിൽ നിന്ന് അങ്ങ് പുറത്താക്കും. അപ്പോഴാണ് അവളും എന്തോ ഒരു കരിന്ന് സ്മെല്ലടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ ഇത് മൊത്തത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. കാരണം കമ്പനി വെച്ച് ഇവളതൊക്കെ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇതേ സമയം ടൈമോന്റെ സെക്രട്ടറിയും കൂടെ ഇവളെ വന്ന് വിളിച്ചുണർത്തുമ്പം അവളാണ് ഉറക്കത്തിൽ നിന്ന് ഇവനെ കണ്ട് പേടിച്ചിട്ട് അവൾ ഇവൻ പറഞ്ഞ ഫുഡ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവളുടെ കൈ പൊള്ളി ഉടനെ അവനൊരു സെക്കൻഡ് പേടിച്ചു പോകും. എന്നിട്ട് അവൾക്ക് വലിയ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. അവൻ അപ്പം തന്നെ അവിടെ നിന്ന് പോകും. അതിനേശി വീട്ടിൽ വന്നിട്ട് അവനാണ് അവളോട് ദേഷ്യത്തി ഇവളൊരു തെറ്റ് ചെയ്തിട്ട് അതങ്ങ് സമ്മതിച്ചാ പോരെന്ന് പറഞ്ഞ് ഇത്ര കള്ളം പറഞ്ഞ് എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞോണ്ട് ഒരു ഫുഡ് റിസർച്ചറായിട്ടും ആ പാത്രം ചൂടുള്ള കാര്യം പോലും അറിയത്തില്ലേന്ന് അവളെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഹാരിയുടെ കൂട്ടുകാരിയും പുറത്തുള്ള ഒരു ഫേമസ് ആയ കടയിലേക്ക് ചെല്ലുമ്പം ഇവളാണ് അവിടെ വെച്ച് സേഹുവിനെ കണ്ടുമുട്ടും. പക്ഷെ ഇവിടെ ആകെ അവന്റെ അടുത്ത് മാത്രമേ സീറ്റുള്ളൂ. അതുകൊണ്ട് ഇവളാണ് ഇവനുണ്ടെങ്കിൽ അതിനിപ്പോ എന്തോന്ന് പറഞ്ഞ് അവൾ അടുത്തേക്ക് വന്നിട്ട് ഇവനെ കണ്ടു വന്നേയല്ല അടുത്തൊരു കട കണ്ടിട്ട് അവൾ കയറി വന്നേന്ന് പറയും. അപ്പോഴാണ് അവനും അതിനിപ്പോ എന്തോന്ന് പറഞ്ഞ് അവനൊന്നും വിചാരിച്ചിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും പേടിക്കണ്ട, നീ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ലൈനൊന്നും ക്രോസ് ചെയ്യത്തില്ല എന്നും പറഞ്ഞ അവള് ആ ടേബിളിന്റെ അവിടെ ഒരു വരയങ്ങ് വരച്ചു വയ്ക്കും. ഇത് കണ്ട് അവനാണ് ഇവളെന്ത് കാണിക്കുന്നെന്ന് പറഞ്ഞ് അവന് ചെറിയ ഓക്കോടാകും. അതിനുശേഷം കഴിക്കാൻ വേണ്ടി ഇവൾക്ക് ഫുഡ് കൊണ്ടുവന്ന് വെക്കുമ്പം അവളാണ് ഈ ഫുഡില് പുകയൊക്കെ അങ്ങോട്ടേക്ക് വരുവാണോ, ഓ സോറി നീ ലൈൻ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നല്ലേ എന്നിന് അവളും കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ പോകുമ്പം അവനാണ് ഇവൾ എന്തോ ഈ കാണിക്കുന്നെന്ന് പറഞ്ഞ് അവന് മൊത്തം ഷോക്കാകും. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഹാരിയാണ് കുറെ ഡ്രിങ്ക് ചെയ്തിട്ട് ടൈമോനെ ഫോം വിളിച്ച് ഇവൾക്ക് ആനിവേഴ്സറിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതിനേരം എത്ര തുക ഇവന് തരണ്ടേന്ന് ചോദിക്കും. അങ്ങനെ എത്ര കോടിയാണെങ്കിലും ഇവളുടെ തരാൻ ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞ് പതിയെ പതിയെ അടച്ചാൽ മതിയെന്ന് ചോദിക്കുമ്പം അവനാണ് ഇവള് കുടിച്ച് ഫിറ്റായി കിടക്കുമെന്ന് മനസ്സിലാക്കി ഇവളെ പിന്നെ സംസാരിക്കാൻ പറയും. അപ്പോഴാണ് അവൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ എടാന്നിങ്ങനെ ദേഷ്യത്തിൽ വിളിക്കുമ്പം ഇവനാണ് ഒരു സെക്കൻഡ് പേടിച്ചിട്ട് നീ ഇപ്പൊ എന്നെയാണോ എടാന്ന് വിളിച്ചത് എന്നിന് അവൻ തിരിച്ചു ചോദിക്കുമ്പം അവളാണ് ഇവനെ വിളിച്ചതല്ല ഇവിടെ 2 സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാര് സ്മോക്ക് ചെയ്യുന്നുണ്ട് അവള് വിളിച്ചതെന്ന്
പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൾ അവന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ഒരു നിലവിളി ശബ്ദം കേട്ട് പെട്ടെന്ന് ഫോണും കട്ടാകും. അതോടെ ഇവനാണ് ടെൻഷനായിട്ട് ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്നറിഞ്ഞ് വീണ്ടും അവൾ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ റീച്ച് ആവത്തുമില്ല. അതുകൊണ്ട് അപ്പം തന്നെ അവൾ ഓർത്ത് പേടിച്ചിട്ട് ഈ വണ്ടി എടുത്തോണ്ട് അവൾ അന്വേഷിച്ചില്ലും. അങ്ങനെ അവനും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെന്ന് അവളെ കുറെ അന്വേഷിച്ചിട്ട് ഇവൾ ഇതെവിടെ പോയെന്നറിഞ്ഞ് അവസാനം ഒരു പ്ലേ ഗ്രൗണ്ടിൽ വന്നിട്ട് അവൾ ഒന്നും കൂടെ ഫോൺ വിളിച്ചു നോക്കും. അപ്പോഴാണ് അവനും അവിടെ തന്നെ ഒരു റിംഗ് ടോൺ കേൾക്കുന്നിട്ട് ഇവനിങ്ങനെ അടുത്തേ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഹാരിയാണെ ബോധമില്ലാതെ അവിടെ കിടക്കും. ഇത് കണ്ട് അവനും അവളെ ചെന്ന് വിളിച്ചുണർത്തുമ്പം ഇവളാണ് അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് വീണേന്ന് പറഞ്ഞിട്ട് ഇവളോർത്ത് വിഷമിച്ചിട്ട് ഇവൻ ഇത്രയും ദൂരം വന്നയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾ എത്രമാത്രം കുടിച്ചെന്ന് പറഞ്ഞ് ഇവളിപ്പോ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പം അവളാണ് ബോധമില്ലാതെ ഇവനോട് ഇത് യഥാർത്ഥത്തിൽ കങ് ടൈമോ ആണോ അല്ല സ്വപ്നമാണോ ചോദിക്കും. കാരണം ഇവനിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്ത് ഇവളന്വേഷിച്ച് വരത്തില്ലെന്ന് പറഞ്ഞ് അപ്പൊ ഇത് മിക്കവാറും സ്വപ്നമായിരിക്കുമെന്ന് അവൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് സ്വപ്നമായതുകൊണ്ട് ഇവനോടൊരു കാര്യം പറയാന്ന് അവളിങ്ങനെ പറയുമ്പം അവനാണ് എന്തോ ഇവള് പറയാമോന്നും ചോദിക്കും. അപ്പോഴാണ് അവളും ഇത്രയും ദിവസം ഇവനോട് കള്ളം പറഞ്ഞ ഇവള് ഷിൻഗ്യുംഹി അല്ല, ഇവളുടെ പേര് ഹാരിയാന്ന് പറയും. അങ്ങനെ ഇവന്റെ കമ്പനി ജോലി ചെയ്യുന്ന ഒരു വർക്കറാന്ന് പറഞ്ഞ് ഇവള് കള്ളം പറഞ്ഞതിനൊക്കെ സോറി പറഞ്ഞ് അവന്റെ ദേഹത്ത് തന്നെ ചാഞ്ഞു വീഴും. അങ്ങനെ അതുകൊണ്ട് ഇവന് കിട്ടേണ്ട സോറി ഇപ്പൊ കിട്ടിയതുകൊണ്ട് അവന്റെ ദേഷ്യമെല്ലാം കുറയും. അതിനുശേഷം അവിടേക്ക് അവളുടെ അനിയൻ വരുന്നിട്ട് ഇവനാണ് അങ്ങോട്ടേക്ക് മാറി നിന്ന് അവള് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് ഇവനാണ് അവള് പറഞ്ഞ പോലെ ഞാൻ സമയം വേസ്റ്റ് ആക്കി എന്തിനാ അവളെ അന്വേഷിച്ചു പോയ ഒരു ഫേക്ക് ആയിട്ടുള്ള റിലേഷൻ ഞാൻ റിയൽ ആയിട്ട് വിചാരിക്കണോ? അതിന് സാധ്യതയില്ല എന്നാൽ അവനിവിടെ മൊത്തത്തിൽ കൺഫ്യൂസ് ആകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഹാരി എഴുന്നേറ്റ് നോക്കുമ്പോൾ ടൈമോ ആണ് ഇവളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ അത് കണ്ട് അവൾ അവന് ഫോൺ വിളിച്ചിട്ട് ഇവ മെസ്സേജ് അയച്ചിന്റെ ഉദ്ദേശം എന്തോ ചോദിക്കുമ്പോൾ അവനാണ് അത് ഇട്ടേക്കുന്ന പോലെ ഇനി തൊട്ട് ഇവന്റെ കൂടെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത ഉടനെ ഇവൾക്കാണ് വിശ്വസിക്കാനൊക്കാതെ ഇത്രയും പെട്ടെന്ന് അവനതൻ ക്യാൻസൽ ചെയ്തോ എങ്കിൽ പിന്നെ ഇനി എനിക്ക് ആ ഗുംഹിയായിട്ട് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഇവൾക്ക് മൊത്തത്തിൽ സന്തോഷമാകും. അങ്ങനെ ആ ഒരു മൂടോടെ തന്നെ ഇവള് ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവളുടെ ടീം ലീഡറാണ് ഇനി ഇവൾ ആ ഫുഡ് വീണ്ടും വീണ്ടും ഉണ്ടാക്കാണ്ടെന്ന് പറയും. കാരണം ഇവൾ ആദ്യം ഉണ്ടാക്കിയത് തന്നെ ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇത് ഈട് ഹാരിയും ഇത്രയും ചെയ്ത് നോക്കിയത് വേസ്റ്റ് ആണെങ്കിലും അത് വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ ഇപ്പൊ ഹാപ്പി മൂഡായതുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ ടീമും ബിസിനസ്സുകാരായിട്ട് വിദേശത്ത് പോകുമ്പോൾ അവന്റെ സെക്രട്ടറി ആണ് ഹാരി ഇപ്പൊ ക്ഷമിച്ചോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവളുടെ കാര്യത്തിൽ കൂടുതൽ സമയം പോകുന്നുണ്ട് അവൻ അവളുടെ കാര്യമൊക്കെ വിട്ടെന്ന് പറയും. കൂടാതെ അവനിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ബിസിനസ് ട്രിപ്പിന് പോകുന്ന അവൾ എപ്പോഴും കാണുന്നുണ്ടായിരിക്കും അവളോടൊരു ഫീലിങ്സ് വരുന്നെന്ന് വിചാരിച്ച. അങ്ങനെ അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയാണ് അവൻ കുറച്ച് ദിവസം പുറത്തേക്ക് വന്നത്. പക്ഷെ പുറത്തേ നിന്നിട്ടും ഇവൻ എല്ലാ സ്ഥലത്തും ഹാരിയെ കുറിച്ചായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ മൊത്തത്തിൽ അങ്ങ് ടെൻഷനാകും. ഇതേ സമയം ഇവിടെ കമ്പനി വെച്ച് ഷിൻഹാരിയുടെ ഫോൺ നമ്പർ എങ്ങനെയോ കണ്ടെത്തി അവന്റെ അപ്പൂപ്പനാണ് ഫോൺ വിളിച്ച് ഇത് ഗുംഹി അല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ഇങ്ങേരിപ്പ് എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞ് അവള് പേടിച്ചിട്ട് ഈ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അങ്ങേരാണ് ഇവളെ കണ്ടിട്ട് ഇപ്പൊ കുറെ ദിവസമായതുകൊണ്ട് ഇവളെ പുറത്ത് ഡിന്നറിന് വിളിച്ചേക്കുക. അതുകൊണ്ട് വർക്ക് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുമ്പം ഇവൾക്ക് എന്താണെന്നറിയാതെ ആ ടൈമും ഈ പ്രശ്നമൊക്കെ സോൾവ് ആക്കിയില്ലെന്ന് പറഞ്ഞ് ഒരു ഇവളിപ്പോ പോയില്ലെങ്കിലും അത് സീനാകുമെന്ന് വിചാരിക്കും. അങ്ങനെ അതുകൊണ്ട് ഈ കാര്യം അവനെ അറിയിക്കാൻ വേണ്ടി വിളിക്കുമ്പം ഇവിടെ ടൈമോനെ അവളുടെ നമ്പർ കണ്ടിട്ട് അവൻ അവോയ്ഡ് ചെയ്യും. കാരണം ഇവളെ മറക്കാൻ വേണ്ടി അവൻ ഇങ്ങോട്ടേക്ക് വന്ന്. ഇതേസമയം ഇവിടെ ഹാരിയുടെ കൂട്ടുകാരിയും സെക്രട്ടറിയും ടൈമിന്റെ കൂടെ ബിസിനസ് ട്രിപ്പിന് പോയാലെന്നറിയാൻ വേണ്ടി അവൾ മതിലിനകത്ത് ചെവി വെച്ച് അവന്റെ അനക്കൊല്ലം ഉണ്ടോന്ന് കേട്ടോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് ഇവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്ന് ആ ലാമ്പ് തറയിലേക്ക് വന്ന് പൊട്ടുന്നത്. അങ്ങനെ ഇത് കണ്ട് അവളിങ്ങനെ എടുത്തു വെക്കാൻ പോകുമ്പോൾ ആ ബൾബിന്റെ അകത്തിരുന്ന് ഇവൾക്കൊരു ക്യാമറ കിട്ടും. അതോടെ അടുത്ത സെക്കൻഡ് ഇവളത് എവിഡൻസ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മറ്റവനാണ് ഇത് കണ്ട് അവളുടെ പുറകെ വന്നിട്ട് ഇവൻ തന്ന ഗിഫ്റ്റ് ആയിട്ട് എവിടേക്കാ പോന്നെന്ന് പറഞ്ഞ് അവനങ്ങ് തിരിച്ചെടുത്തോണ്ടോ എന്ന് നോക്കും. അപ്പോഴാണ് അവളാണ് പേടിച്ചിട്ട് ഈ തറയിൽ നിന്ന് പൊട്ടിയതുകൊണ്ട് അവളെ ശരിയാക്കാൻ വേണ്ടി കടയിൽ പോകാന്ന് പറയും. അവിടെ തിരിച്ചാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണ് അത് അവൻ തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞ് ഇവളായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടേക്ക് വരുന്ന സേഹുനാണ് ഇവിടെ എന്തോ സംഭവിക്കുന്ന പറഞ്ഞ് അവൻ അടുത്തേക്ക് വരുമ്പോൾ മറ്റേ കണ്ണാടി പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോഴാണ് അവളും ഇവളെ സീക്രട്ട് ആയിട്ട് അവൻ വീഡിയോ ഒക്കെ എടുത്തെന്ന് പറഞ്ഞ് അവനെ ചെന്ന് പിടിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം സേഹുൻ അവന്റെ പുറകെ ഓടിച്ചെന്ന് അവനെ അടിച്ചിട്ടിട്ട് ഈ കാര്യം പോലീസിനെ അറിയിക്കും. ഇതേസമയം ടൈമുമാണ് അവന്റെ അപ്പൂപ്പൻ പുറത്ത് ഡിന്നറിന് വിളിച്ചെന്ന് പറഞ്ഞ് അവന് സെക്രട്ടറി കൂടെ വരാൻ വേണ്ടി വിളിക്കുമ്പോൾ അവനിപ്പോ പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞ് യങ്സയ്ക്ക് നടന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ പറയും. അങ്ങനെ അത് കേട്ട് ഇവൻ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഷിൻഹാരിയാണ് വരുന്നിട്ട് ഇവനും ഇവളിവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ അപ്പൂപ്പൻ വിളിച്ചോണ്ട് വന്ന അതങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ഇവളിങ്ങനെ പറയുമ്പോൾ തന്നെ അവനാണ് ഇവളുടെ ഫ്രണ്ടിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ പോകാൻ ഹാരി എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പോകാൻ നോക്കും. ഇത് കേട്ട് അവൾ ഒരു സെക്കൻഡ് ഷോക്കായി നിൽക്കുമ്പോൾ ഇവനാണ് സമയമില്ല ഹാരി എന്ന് പറഞ്ഞ് ഇവളെ വീണ്ടും ഇങ്ങനെ വിളിക്കുമ്പോൾ ഇവൾക്കാണ് മൊത്തം ഷോക്കായി ഇവളിപ്പോ ഏത് പേര് കൊണ്ട് വിളിച്ചതെന്ന് ചോദിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.